ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് മെസ്സേജ് ചോദിച്ചു, ഇതെന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പലർക്കും ഇതിനെപ്പറ്റി ഇപ്പോഴും വലിയ ധാരണ ഒന്നുമില്ലെന്നാണ്. ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. എൻ്റെ ഫോളോയിങ്ങിൽ തന്നെയുള്ള പലരും ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി പോലിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അക്കൗണ്ടിൻ്റെ എസ്തറ്റിക്ക് പോണത് കൊണ്ടായിരിക്കാം, മേ ബി, അറിയില്ല. എനിവേ, വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട രാജ്യങ്ങളെ നമ്മൾ സപ്പോർട്ടും ചെയ്തു. ഇനി നമ്മളുടെ രാജ്യത്തോട്ടൊന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇന്ത്യയിൽ നടന്ന വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ 60ഓളം പേപ്പേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. കണക്കുകൾ പ്രകാരമാണ് 60ഓളം പേപ്പേഴ്സ്. അപ്പൊ കണക്കിൽ പെടാത്ത എത്രയുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അടുത്ത് നടന്ന UGC നെറ്റ്, നീറ്റ്, UG തുടങ്ങിയ എക്സാംസിന്റെ പേപ്പേഴ്സ് ലീക്ക് ആയിട്ട് എക്സാം വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 20ഓളം സ്റ്റുഡൻസ് ആണ് ആ ഒരു വാർത്ത അറിഞ്ഞ് സൂയിസൈഡ് ചെയ്തത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതാനായിട്ട് വന്നിരിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പൈസ കൊടുത്ത് മറ്റൊരാൾ വാങ്ങി എന്ന് ആലോചിക്കുമ്പോൾ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിനെതിരെയാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നീട് CJP സപ്പോർട്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് CJPയും BJPയും തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല, എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യൂത്തിന് വേണ്ടി. എന്തൊക്കെയാണെങ്കിലും കൂടുതൽ ആളുകളും ഇതറിഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളൊക്കെ ആരാധിക്കുന്ന പല വലിയ ആളുകളും ഇപ്പോഴും മൗനത്തിലാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ കറക്റ്റായിട്ട് തോന്നി. ആദ്യം അവർ മുസ്ലിംസിനെതിരായിട്ടായിരുന്നു വന്നത്. അപ്പോഴും നമ്മളാരും മിണ്ടില്ല, കാരണം നമ്മളൊരു മുസ്ലിം ആയിരുന്നില്ല. അതിനുശേഷം അത് കർഷകർക്കെതിരായിട്ട് വന്നു. അപ്പോഴും നമ്മൾ മിണ്ടിയില്ല, കാരണം നമ്മളൊരു ഫാർമർ അല്ലായിരുന്നു. പിന്നീട് അത് ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് വന്നു. അപ്പോഴും നമ്മൾ മിണ്ടിയില്ല, ബിക്കോസ് നമ്മളൊരു ട്രാൻസ്ജെൻഡർ അല്ലായിരുന്നു. ഇപ്പതേ അത് വിദ്യാർത്ഥികളിലേക്കും പ്രൊട്ടസ്റ്റേഴ്സിലേക്കും വരെ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മളിലേക്ക് നേരിട്ട് എത്താവുന്ന ദൂരം അത്ര വലുതൊന്നുമല്ല. സോ നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്യാം. എല്ലാവർക്കും ഡൽഹിയിൽ പോയി നേരിട്ട് ആ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. ജസ്റ്റ് ഒരു സ്റ്റോറി ആയിരിക്കാം, ജസ്റ്റ് ഒരു പോസ്റ്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു സ്റ്റോറി ആ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളിലൂടെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വെറുതെ സ്വൈപ്പ് ചെയ്ത് അതങ്ങ് ഡൽഹിയിലല്ലേ എന്ന് പറഞ്ഞ് സ്വൈപ്പ് ചെയ്ത് കളയാണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക.